എനിക്കാരുമില്ല മുന്ന, ആരുമില്ല. 8 വർഷത്തെ ഭാരം ഞാൻ ഇറക്കി വയ്ക്കുകയായിരുന്നു. മനസ്സിലെ ചില വേദനകളും ചില ഭ്രാന്തുകളും ഞാൻ പറഞ്ഞു തീർക്കുകയായിരുന്നു. എന്നോട് തന്നെ സംസാരിക്കാൻ ഞാൻ നിന്നെ തേടി വന്നത്. ബിക്കോസ് യു ആർ മൈ ബ്രദർ. മതി, ഇത് മതി. ഇനി ഒരിക്കലും മുന്നേ എന്നെ വിട്ട് പോകരുത്. എന്താ അപ്പച്ച? ആരാ? നേരിയാ സർ. ഇതെന്താ ആകെ നനഞ്ഞല്ലോ? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കായിരുന്നു. അവിടെ ഭയങ്കര മഴയാ. എൻ്റെ കയ്യിൽ കുടയില്ല സാർ. എനിക്കൊരു കുട തന്നാൽ ഞാൻ നാളെ തിരിച്ചുതരാം. ഈ മഴ എന്താ പറ്റിയത്? മുന്ന പോയി. ചേട്ടൻ പോയി? പോയി എവിടെ പോയി? പോയിന്ന് വെച്ചാ അങ്ങ് പോയി. പണ്ടൊരിക്കൽ പോയതാ. ആരോടും പറയാതെ അങ്ങ് പോയി. ഇനി വരികയല്ല. പോയതാ. ഇങ്ങനെ തുടങ്ങിയാലോ? നമുക്ക് അന്വേഷിക്കാം. അന്വേഷിച്ചതാ സർ. പണ്ടും ഞാൻ കുറെ അന്വേഷിച്ചതാ. 8 വർഷം ഞാൻ അന്വേഷിച്ചതാ. ഇപ്പതാ വീണ്ടും എന്നെ വേണ്ടെന്ന് വെച്ചിട്ട് പോയി. എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. ഇനി ഒരു 8 വർഷത്തെ അന്വേഷണം എന്നെ കൊണ്ടാവില്ല. No, I can't search for another 8 years. 23-ാമത്തെ വയസ്സ് മുതൽ ഞാൻ ഒറ്റയ്ക്കാ. 8 വർഷമായി എന്റെ സന്തോഷവും സങ്കടവും പങ്കുവെക്കുന്നത് കണ്ണാടി നോക്കിയിട്ടാ. ഞാൻ ഉറങ്ങിയത് സ്വയം താരാട്ട് പാടിയിട്ട. ആ ശീലമൊക്കെ തെറ്റിച്ചിട്ടാണങ്ങ് പോയത്. ഇപ്പോ ഒറ്റയ്ക്ക് ഭയമാ. എനിക്ക് മാത്രമായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പിടികിട്ടുന്നില്ലല്ലോ. ഓ, ബസ് സ്റ്റാൻഡ്. അവിടെ ഞാൻ അന്വേഷിച്ചിട്ടില്ല. ചിലപ്പോ അവിടെ കാണുമല്ലേ സാർ? അന്നവൻ എങ്ങോട്ടായിരിക്കും പോയത്? എനിക്കെന്നാകെ പേടി തോന്നി. ഓർത്താ ഞാൻ ആദ്യ പിടിക്കേണ്ട കാര്യമല്ലായിരുന്നു. എൻ്റെ ആരാ അവൻ? ആരുമല്ല. എന്നാലും അവന് ജോണിക്കുട്ടിയുടെ അതേ പ്രായമല്ലേ അവന്? കൊച്ചനല്ലേ അവൻ? ഹലോ, നേതിയില്ലേ? സാധാരണ ഓഫീസിൽ എത്തേണ്ട സമയമായല്ലോ. ഇല്ല, വീട്ടിൽ വിളിച്ചിട്ട് ആരും എടുക്കുന്നില്ല. ആ, ശരി. അപ്പച്ച, എത്തിയാലുടൻ ഞാൻ വിളിക്കാം. ആ കുട്ടനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പാചകമൊക്കെ അവൻ നോക്കിക്കൊള്ളും. ഒറ്റയ്ക്ക് വെള്ളം കോരാനും തുണി അലക്കാനും ഒന്നും നിൽക്കരുത്. പിന്നെ മരുന്ന് മുടങ്ങാതെ നോക്കണം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അപ്പായെ വിളിക്കണം. അവിടുത്തെ ജോലിയും താമസവും ശരിയാക്കിയിട്ട് ചൊവ്വാഴ്ച രാവിലെ തന്നെ ഞാനിങ്ങെത്തും. പിന്നെ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ നമുക്ക് ഒരുമിച്ച് പോകാം. പോയിട്ട് വരട്ടെ അപ്പച്ച. മോളെ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചുകൂടെ?
ഹലോ, അതെ. അവിടെ നേരിയുണ്ടോ? ഇന്ന് വന്നിട്ടേ ഇല്ലേ? ഇല്ലെന്ന് വന്നിട്ടില്ല സാർ. അതെ. ആ. മത്തായി സാറല്ലേ? അതെ. ഞാനിവിടെ അടുത്തുള്ളതാ. ആ. സാറിൻ്റെ ഒരു പരിചയക്കാരൻ പറഞ്ഞിട്ട് വരിക. ആര്? ആരാന്ന് ചോദിച്ചാ പേര് വ്യക്തമായിട്ട് പറഞ്ഞില്ല. നല്ല ഹൈറ്റൊക്കെ ആയിട്ട് കുറ്റിത്താടിയുള്ള കറുപ്പും കറുപ്പൂട്ട്. ആരുമില്ലാത്തവർക്ക് വേണ്ടി നടത്തുന്ന ഏതോ ഒരു അഗതി മന്ദിരത്തിലാണ് നേരിയെന്ന് അയാൾ പറഞ്ഞപ്പോൾ ഞാൻ കൂടെ പോയി. അങ്ങനെ ചെയ്തതിന് ഇന്ദുവിന് എന്നോട് ദേഷ്യം തോന്നുമെന്ന് അറിയത്തില്ല. പക്ഷേ ആകെയുള്ള ബന്ധു ഞാനാന്ന് പറഞ്ഞയാളെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് പറ്റാതെ വന്നു. ഇതാ മത്തായി സാർ ഈ അഡ്രസ്സിൽ കാണുമെന്ന് പറയാൻ പറഞ്ഞു. എന്തു? റോഡിൽ നിന്നാണ് ഇവർക്ക് ഇവനെ കിട്ടിയത്. ഒരു ഭിക്ഷക്കാരനെ പോലെ മഴയത്ത് കിടക്കുമായിരുന്നു അത്രേ. ഇവർ ചോദിച്ചപ്പോൾ അവൻ പേര് പോലും ഓർമ്മിച്ചില്ല. പക്ഷേ ബന്ധുക്കൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഭ്രാന്തിൻ്റെ വക്കത്തായിരുന്നിട്ട് പോലും എൻ്റെ നിൻ്റെ പേര് ഓർമ്മിച്ചു. നമ്മുടെ മേൽവിലാസം വരെ ഓർമ്മിച്ചു. എന്നെ കണ്ടപ്പോൾ അവൻ്റെ മുഖത്തുണ്ടായ സന്തോഷമുണ്ടല്ലോ, ഒരു പിടിവള്ളി കിട്ടിയ ആശ്വാസം. അതൊരനാഥൻ്റേതായിരുന്നു. എന്നാ ബാംഗ്ലൂർക്ക് പോകേണ്ടത്? മറ്റന്നാ. ഓ, വേണമെങ്കിൽ അവനെ വിട്ടേച്ച് പോവാം. ആരും കുറ്റപ്പെടുത്തുകയില്ല. കാരണം ഓർത്ത അവൻ നമ്മുടെ ആരുമല്ല. ഒരു ഉത്തരവാദിത്വവും ഇല്ല നമുക്കവനോട്. എന്ത് ചെയ്യണമെന്ന് നീ തന്നെ തീരുമാനിച്ചാൽ മതി. കിനാവേ നിന്നെ തലോടി കാറ്റിൻ്റെ തൂവൽ വിരൽ. വേനൽ കിനാവേ നിന്നെ തലോടി കാറ്റിൻ്റെ തൂവൽ വിരൽ. എന്തെന്ത ശാന്തം എന്തെന്തു മൂകം മായുന്നൊരീ സായന്തനം. വേനൽ കിനാവേ നിന്നെ തലോടി കാറ്റിൻ്റെ തൂവൽ വിരൽ. ഉതിരുന്ന നിൻ പാഴ്പാട്ടു പോൽ നിഴൽ മാഞ്ഞു പോകും യാമങ്ങളിൽ. ഉതിരുന്ന നിൻ പാഴ്പാട്ടു പോൽ നിഴൽ മാഞ്ഞു പോകും യാമങ്ങളിൽ. നീഹാരമായി നീ നിൽപ്പൂ മായാതെയൻ മാറിവില്ലേ. വേനൽ കിനാവേ നിന്നെ തലോടി കാറ്റിൻ്റെ തൂവൽ വിരൽ.
കരിയുന്ന നിൻ കാൽപ്പാടുകൾ മണലാഴി നീളെ നീണ്ടുപോകേ കരിയുന്ന നിൻ കാൽപ്പാടുകൾ മണലാഴി നീളെ നീണ്ടുപോകേ എന്താ നേരി? എന്താ നോക്കുന്നേ? തളരാതെയൻ തെന്നലെ വേനൽ കിനാവി നിന്നെ തലോടി As thus with thee, in prayer, in my sore need, O lift me up as a wave, a leaf, a cloud. I fall upon the thorns of life, I bleed. If winter comes, can spring be far behind? നേരി ഇപ്പോൾ വളരെ നോർമലാണ്. ജീവിതത്തെ ശുഭാപ്തി വിശ്വാസത്തോടെ അയാളിപ്പോൾ കാണുന്നത്. അതിന് കാരണം നിങ്ങളുടെ സ്നേഹവും പരിചരണവുമാ. ഒരുതരം ഒറ്റപ്പെടലിൽ നിന്നാ അയാൾക്ക് ഈ ഡിപ്രഷൻ ഉണ്ടായത്. തനിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നുമ്പോൾ അത് മാറുകയും ചെയ്യും. ഇപ്പം നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം വളരെ ഹാപ്പിയാ. ഞങ്ങൾക്ക് ഉടനെ ബാംഗ്ലൂർക്ക് പോകേണ്ടി വരും. എനിക്ക് അവിടെ ഒരു ജോലിയിൽ ജോയിൻ ചെയ്യണം. ഓ, അപ്പൊ നേരിക്ക് ഇവിടെ മറ്റു ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ല. എങ്കിൽ എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂർ പോകുന്നതിനെ പറ്റി നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കണമെന്നാ. പറഞ്ഞല്ലോ, വീണ്ടും ഒരു ഒറ്റപ്പെടലിനോട് അയാൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഒന്ന് കൈവിട്ട പിന്നെയും വഴുതി വീഴാവുന്ന ഒരു കൊച്ചുകുട്ടിയാവൻ. ഒരു തുണയില്ലെങ്കിൽ ജീവിതം പിന്നെ അവനോട് പിണങ്ങും. കൈവിടാതിരുന്നാലോ? അങ്ങനൊരു തീരുമാനം ഒരുപാട് പേരെ സന്തോഷിപ്പിക്കുന്നതാണെങ്കിൽ. ഒരുപാട് പേരെന്ന് പറയുമ്പോൾ അതിൽ നീ ഉൾപ്പെടണം. ജീവിതത്തിലേക്ക് ഞാനൊരാളെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ജീവിതം അയാളെ കൈവിടാതെ നോക്കേണ്ടതും ഞാൻ തന്നെയാ. എന്റെ കടമയാ. ആ കടമ തന്നെയാ ഇനി എന്റെ സന്തോഷവും. ഭാഗ്യം ചെയ്ത ജന്മ എന്റേത്. എന്റെ ജീവിതത്തിൽ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം സ്നേഹത്തിന്റെ വില അറിയാവുന്നവരായിരുന്നു, സ്നേഹിക്കപ്പെടാൻ അറിയാവുന്നവരായിരുന്നു. അതിനപ്പുറം ഒരു മഹാഭാഗ്യം അതിമോഹമാണ്. ആ മഹാഭാഗ്യം വേണ്ടെന്ന് വെച്ചാ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന വഞ്ചനയായിരിക്കും. ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന ദിവസം ഇത്. പിന്നെ ഇതിനുകൂടിയുള്ള ആയുസ് തന്ന ഈശ്വരനോട് നന്ദി. പണ്ട് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്ത വരികളുണ്ട്. മനുഷ്യായുസിൽ സാരമായത് മുന്തിയ ചില നിമിഷം അല്ല, മാത്രകൾ മാത്രകൾ മാത്രമാണെന്ന്. ആ മാത്രയെ നേരിൽ കണ്ട് അനുഭവിച്ചറിയാം ഞാനിപ്പോൾ. കുറേ നാൾ വഴുതി മാറി നടന്നിരുന്ന ആ മാത്ര ദേ ഇപ്പോൾ തോളത്ത് കൈയിട്ട് ഇണങ്ങാൻ വന്നേക്കുക. ഇനി എന്നതെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുക. സാരമില്ല, ഒരു കല്യാണ ചുമതല ഏറ്റെടുത്ത് നടത്താനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട്. കല്യാണം അല്ല മത്തായിച്ച, പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. എന്താ ആ ചെറുക്കൻ്റെ ജാതി? ഞാൻ ചോദിച്ചില്ല. എനിക്കറിയാൻ മേല, അറിയാൻ വേണ്ട. പണ്ടായിരുന്നെങ്കിൽ
പേര് പോലും ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ചോദ്യം ചോദിച്ചേനെ. സുറിയാനി ക്രിസ്ത്യാനി രക്തമായിരിക്കണമെന്ന് നിർബന്ധം പിടിച്ചനെ. മാമോദിസ വെള്ളത്തിൻ്റെ നനവുണ്ടോന്ന് അന്വേഷിച്ചേനെ. ഇന്നും ശാഠ്യങ്ങളുണ്ട്. നല്ല ഒരു മനസ്സുണ്ടാവണം എന്നുള്ള ശാഠ്യം, സ്നേഹം തിരിച്ചറിയുന്നവനായിരിക്കണം എന്നുള്ള ശാഠ്യം, ഒരു മനുഷ്യനായിരിക്കണം എന്നുള്ള ശാഠ്യം. ഇതെല്ലാം കൂടി ഞാൻ അവനെ കണ്ടപ്പോൾ വേറൊന്നും അന്വേഷിച്ചില്ല, ചോദിച്ചില്ല. പിന്നെ സന്തോഷം നിറഞ്ഞ അവരുടെ വിവാഹ ജീവിതത്തിൽ ബാംഗ്ലൂരിലെ രണ്ടുപേരുടെയും ജോലി തിരക്കുകളിൽ കാവലാളായി, എന്നും അപ്പച്ചനായി ഞാനും. വർഷങ്ങൾ ഒരുപാട് അങ്ങനെ മുമ്പോട്ട് പോകവേ നാട്ടിലെ കാറ്റ് കൊള്ളാനൊരു മോഹം. അങ്ങനെ ഡിസംബർ 6 ഈ ബന്ധു ദിവസത്തിൽ ഇവിടേക്ക് വരുമ്പോൾ ഒരു കാര്യം വീണ്ടും പിടികിട്ടി. മനുഷ്യനോട് ഇപ്പോഴും പിണങ്ങി തീർന്നിട്ടില്ല. ഈ ചെറിയ ജീവിതത്തിലും അതിനുള്ള നേരം അവൻ എവിടെ നിന്നോ കണ്ടെത്തുന്നുണ്ട്. ഇന്നിപ്പം പിണക്കങ്ങളിൽ നിന്ന് സ്നേഹത്തിലേക്കുള്ള എൻ്റെ അവസ്ഥാന്തരത്തിന് സാക്ഷി നിന്നിരുന്ന ഈ വീടിൻ്റെ മുറ്റത്ത് വെച്ച് ഒന്നെനിക്ക് ഉറപ്പായിരുന്നു. അവസാനിക്കുകയാണെങ്കിൽ അത് എൻ്റെ ശരീരം മാത്രമായിരിക്കും. എൻ്റെ മനസ്സിനും ഞാൻ അറിഞ്ഞ സ്നേഹത്തിനും വാർദ്ധക്യവുമില്ല, മരണവുമില്ല. അപ്പച്ച, ആ ആ ആ